കർത്താവിൻ്റെ നല്ല വചനം. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിനകത്ത് നമ്മൾ വസിക്കുക അല്ലേ. നമ്മൾ കേട്ടു, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്ത് വന്ന് വസിച്ച് നമ്മളെ ക്രിസ്തുവിനോട് പറ്റിച്ചേർത്ത് നമ്മളെ ക്രിസ്തുവുമായിട്ട് ഏക ശരീരം ഒരു സൃഷ്ടിയാക്കി നമ്മളെ വെച്ചിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം നമ്മൾ ദൈവരാജ്യത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു, ദൂതന്മാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് സ്വർഗീയ യെരുസലേമിൽ, നമ്മൾ വന്ന് നിൽക്കുന്നത് സ്വർഗീയ സിംഹാസനത്തിൻ്റെ മുൻപിൽ. ഹല്ലേലൂയ. നമ്മൾ വസിക്കുന്നതോ ദൈവരാജ്യത്തിനകത്ത്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, നമ്മളെ ഇരുത്തിയിരിക്കുന്നത് പിതാവിനോടൊപ്പം പുത്രനോടൊപ്പം, പുത്രൻ്റെ അടുക്കല നമ്മളെയും ഇരുത്തിയിരിക്കുന്നത്. അതാണ് പൗലോസ് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. എന്നിട്ട് തിരുവചനം പറയുന്നു, റോമാക്കാരുടെ ലേഖനം 8:38-39 ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. റോമൻസ് 8:38 ഇങ്ങനെ പറയുന്നു, ആൻഡ് ഐ ആം കൺവിൻസ്ഡ് ദാറ്റ് നത്തിങ് ക്യാൻ എവർ സെപ്പറേറ്റ് us ഫ്രം ഗോഡ്സ് ലവ്, neither death nor life, neither angels nor demons, neither our fears for today nor our worries about tomorrow, not even the powers of hell can separate us from God's love. എന്ന് വായിച്ച്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല. ആമേൻ. എനിക്കത് മലയാളത്തിൽ 38-39 ഒക്കെ ചേർത്ത കിടക്കുന്നത്. അപ്പം തിരുവചന ഒരു 10 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 10 കാര്യങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അകത്തുനിന്ന് എന്നെ വേർതിരിപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇതിനെ തുടങ്ങുന്നത് കണ്ടോ, ഐ ആം കൺവിൻസ്ഡ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത്. ഐ ആം കൺവിൻസ്ഡ്. കൺവിൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഭയങ്കര ഉറപ്പാണ്. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും എനിക്കൊരു ഉറപ്പുണ്ട്. എന്താണ് എൻ്റെ ഉറപ്പ്? എൻ്റെ ഉറപ്പ് ഇതാണ്, ഈ ലോകത്ത് എന്ത് കാര്യങ്ങൾ വന്നാലും, അതാ അവിടെ തിരുവചനം പറയുന്നല്ലേ, മരണം വന്നാലും ജീവൻ വന്നാലും ഭൂതങ്ങൾ വന്നാലും ദൂതന്മാർ വന്നാലും ഉയർച്ച വന്നാലും താഴ്ച വന്നാലും ഇന്നത്തെക്കുറിച്ചുള്ള ഭയം വന്നാലും നാളെക്കുറിച്ചുള്ള നിരാശ വന്നാലും നരകം വന്നാലും സ്വർഗം വന്നാലും ഒരു കാര്യത്തിനും ഒറ്റ കാര്യത്തിനും എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. എന്താണെന്നറിയോ, ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാ. നമ്മൾ തിരിഞ്ഞു പോയാലും കർത്താവ് നമ്മളെ പറ്റിച്ചേർന്നിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അള്ളിപ്പിടിച്ചിരിക്കുക. അതാണ് യാക്കോബിനോട് പറഞ്ഞ് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിനകത്ത് പറയുക, നിന്നെ ഞാൻ ഒരിക്കലും അനാഥരാക്കത്തില്ല, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല, നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, നിന്നെ ഞാൻ തള്ളിക്കളയത്തില്ല. എന്നാലും ആൾക്കാരൊക്കെ പറയും അല്ലേ, പ്രശ്നങ്ങളൊക്കെ വരുമ്പം പറയും, എന്നാലും കർത്താവേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കും അല്ലേ. അല്ലെങ്കിൽ പറയും, കണ്ടോ അവരുടെയൊക്കെ ജീവിതം കണ്ടോ, അയ്യോ ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കും അല്ലേ. അല്ലെങ്കിൽ പല കാര്യങ്ങൾ നടക്കുമ്പം, ചിലപ്പം അനീതിയൊക്കെ നടക്കുമ്പം കർത്താവിനോട് ചോദിക്കും, കർത്താവേ ഇതൊന്നും കാണാതിരിക്കുവാണോ എന്ന് ചോദിക്കും അല്ലേ. അല്ലെങ്കിൽ ചിലവർ ചോദിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പിന്നെന്താ എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ വിഷയങ്ങൾ എന്ന് ചോദിക്കുന്നവർ ചിലവർ കാണും. പക്ഷേ കർത്താവിൻ്റെ വചനം നമ്മളോടൊരു ഉറപ്പും ധൈര്യവും പറയുക, ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും ദൈവത്തിന് നമ്മളോട് ഇഷ്ടമില്ല എന്നല്ല കാണിക്കുന്നത്. അതിനകത്തൂടൊക്കെ നമുക്കൊരു പോംവഴിയുണ്ട്. ഹല്ലേലൂയ. എന്നാണ് റോമാക്കാരുടെ ലേഖനം 8:28 പറയുന്നത്. 28 തുടങ്ങുന്നത് ഇങ്ങനെയാ, ആൻഡ് വി നോ ദാറ്റ് ഗോഡ് കോസസ്. അതിൻ്റെ ആ തുടക്കം മാത്രം ഒന്ന് വായിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. കണ്ടോ, അങ്ങനെ അത് അവസാനിക്കുന്നത്. അപ്പം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത് ആൻഡ് വി നോ, പക്ഷേ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അത് അവസാനിക്കുന്നത് ഇത് ഞങ്ങൾക്ക് അറിയുന്നു. ഈ അറിവ് തന്നെയാണ് റോമൻസ് 8:38 തുടങ്ങുമ്പോൾ, ഇത് ഞങ്ങൾക്ക് അറിവുണ്ട്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് അറിയുന്നത്? ഹല്ലേലൂയ. അറിയുന്നത് ഇതാണ് അറിവ്. അറിവ് എന്തുവാണ്?
ഈ എന്താണ് അറിവ്? ജീവനോ ഒരു ജീവനോ മരണത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരവാനുള്ളതിനോ ഉയരത്തിനോ ആഴങ്ങൾക്കോ ഒന്നിനും യാതൊരു സൃഷ്ടിക്കും ത്തിൽ നിന്ന് എന്നെ ഇതെനിക്ക് അറിവുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അറിവ് എന്താണ് എനിക്ക് ചെയ്യുന്നത്? ഈ അറിവ് എനിക്ക് ബോധം കൊണ്ടുവരിക അല്ലേ. എനിക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മളൊക്കെ കുഞ്ഞിലെ നമ്മൾ പഠിച്ചു, നമ്മൾ കണക്ക് പഠിച്ചു അല്ലേ. അപ്പം നമുക്ക് അറിവ് കിട്ടി. ഈ അറിവ് എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ ചെന്നാൽ ഈ അറിവ് നമുക്കൊരു ബോധ്യം തരുന്നത്. എന്താണ് ആ ബോധ്യം? കടയിൽ ചെന്ന കടയിലെ സാധനങ്ങളൊക്കെ മേടിക്കാനും കൊടുക്കാനും ഒക്കെ നമുക്ക് നല്ല ധൈര്യമുണ്ട് അല്ലേ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൈസ എണ്ണാൻ അറിയാം. നമ്മൾ ക്ലാസ്സിൽ അത് പഠിച്ചു. നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ കയ്യിൽ പൈസയൊക്കെ തന്നു വിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തു. അത് കാരണം എത്ര രൂപയുടെ സാധനം നമ്മൾ കടയിൽ പോയി മേടിക്കാൻ ചെന്നാൽ നമ്മൾ പൈസ എക്സ്ചേഞ്ച് ചെയ്താൽ നമ്മൾ പറയത്തില്ലോ, അയ്യോ എനിക്ക് ഈ പൈസ കൈകാര്യം ചെയ്യാൻ അറിയാൻ മേലാത്ത കാരണം ഞാൻ കടയിൽ പോകുന്നില്ല. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നമ്മളൊക്കെ പഠിച്ചെടുത്തു അല്ലേ. എത്ര സ്കൂളിൽ പോവാത്തവരാണെങ്കിലും പൈസ കൈകാര്യം ചെയ്യാൻ, അത് കണക്ക് കൂട്ടാൻ അറിയാം. എന്താ? അറിവുണ്ട്. ഹല്ലേലൂയ. ഒരു അറിവ് ലഭിച്ചു. ഈ അറിവ് എന്ത് ചെയ്തു? നമുക്ക് ധൈര്യം പകർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം എന്ത് വിഷയം വന്നാലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഒരു വിഷയത്തിനും ഈ ലോകത്തിൽ നിന്ന് എന്നെ അടർത്തിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ബോധമാണ് എനിക്ക് ധൈര്യം തരുന്നത്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിക്കകത്തുനിന്ന് ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഈ പ്രതിസന്ധി എന്നെ വേർതിരിപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം എന്നേക്കും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കും. ഈ ദൈവിക സ്നേഹം ദൈവം ദൂതന്മാരെ അയക്കും. ദൈവിക സ്നേഹം കാരണം ദൈവം കരുതലയക്കും. ദൈവിക സ്നേഹം കാരണം ദൈവം രോഗത്തിന് വിടുതലയക്കും. ദൈവിക സ്നേഹം കാരണം ദൈവം എൻ്റെ പ്രതികൂലത്തിനകത്തും പ്രശ്നത്തിനകത്തും എനിക്ക് പോക്കുവഴി ഉണ്ടാക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം കിടക്കുന്നത് കൊണ്ട് ഞാൻ പാപത്തിൽ പെട്ടടിഞ്ഞ് നശിച്ചു പോകാതെ ദൈവം എന്നെ പുറത്തിറക്കും. ഈ ഉറപ്പ് എന്താണ് ചെയ്യുന്നത്? എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലയിടങ്ങളിലും പോകും അല്ലേ. അവരൊക്കെ പ്രായമായി കഴിയുമ്പം പലയിടത്ത് പഠിക്കാൻ പോകും, പലയിടത്ത് ജീവിക്കാൻ പോകും, ജോലി ചെയ്യാൻ പോകും. നമ്മൾ യേശുവിനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്നവർക്കൊരു ധൈര്യമുണ്ട് അല്ലേ. നമ്മൾ പറയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ക്രിസ്തുവിൽ വളർത്തിയിട്ടുണ്ട് അല്ലേ. കുഞ്ഞുനാളിലെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ പലവരോടും ചോദിച്ചാൽ അവർ പറയും അല്ലേ. അവർ പറയും, എനിക്ക് പേടിയൊന്നുമില്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ കുഞ്ഞുനാളിലെ തൊട്ട് പഠിപ്പിച്ചു. ഞാൻ അവനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അത് കാരണം എനിക്ക് നല്ല ധൈര്യമുണ്ട്. അവന് എവിടെ പോയാലും അവൻ നല്ല കുട്ടിയായിട്ട് ജീവിക്കുമെന്ന് അല്ലേ. ഇതൊന്നും അറിവ് കൊടുക്കാത്തവരാണെങ്കിലോ പഠിപ്പിക്കാത്തവരാണെങ്കിലോ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം അവർ കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് പറയും, അയ്യോ എന്തോ ചെയ്യുമെന്നറിയത്തില്ല, അവൻ വലിയ കൂട്ടുകാരുടെ ഇടയിലൊക്കെയാണ് പോകുന്നേ, ലോകത്താണ് പോകുന്നേ, അവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്, അവൻ എന്തോ ആയി തീരുവെന്നറിയത്തില്ല. എന്താ? അവൻ്റെ അകത്ത് ദൈവത്തിനെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് അറിവിട്ടു കൊടുത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ദൈവവചനം നമ്മളോട് പറയുന്നു, നമുക്കൊരു അറിവുണ്ട്. എന്താ അറിയുന്നത്? ദൈവസ്നേഹത്തിൽ നിന്ന് ഒന്നിനും എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. തിരുവചനത്തിനകത്ത് എന്നിട്ട് ഈ റോമൻസ് 8:37 നമ്മളോട് പറയുക, ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ ഓവർവെൽമിംഗ് വിക്ടറി ഈസ് ours through Christ who loved us. എന്ന് വായിച്ച്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഈ പൂർണ്ണ ജയം പ്രാപിക്കുവാന്ന് വെച്ചാൽ ഈ വിഷയങ്ങളെയൊക്കെ അതിൻ്റെ മേളിലാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്താ നിൽക്കുന്നത്? ഞാൻ കർത്താവിലാണ് നിൽക്കുന്നത്. കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം വിഷയങ്ങളെ നോക്കിയിട്ട് ഞാൻ പറയും, ദേ വരുന്നുണ്ട്, എൻ്റെ കർത്താവ് ഇത് കൈകാര്യം ചെയ്യാൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്വർഗത്തിനകത്താണ് വസിക്കുന്നെങ്കിൽ, നമ്മൾ വചനം കേട്ടു, നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൈവരാജ്യത്തിനകത്താണ്. അതാ നമ്മൾ ഈ ആഴ്ച തുടങ്ങിയപ്പോൾ നമ്മൾ ചിന്തിച്ചത്, ദൈവരാജ്യത്തിനകത്ത് കയറിയാൽ ചിലതൊക്കെ കാണാനുണ്ട് അല്ലേ. ദൈവരാജ്യത്തിനകത്ത് കാണാൻ മാത്രമല്ല
കേൾക്കാനുമുണ്ട്. എന്താ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും? യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞ അതേ സംഭവം. ആത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ അവൻ ചില ദർശനങ്ങൾ കാണും, അവൻ സ്വർഗീയ കാര്യങ്ങൾ കാണും, അല്ലേ? അപ്പം നമ്മൾ കാണുന്നത് സ്വപ്നങ്ങളും, നമ്മൾ കാണുന്നത് ദൈവീക അടയാളങ്ങളും, നമ്മൾ കാണുന്നത് വിഷൻസ്, അല്ലേ? നമ്മൾ ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ദൈവത്തിന് ഹിതപ്രകാരമുള്ളത് കാണുന്നു. നമ്മൾ നാളെക്കുറിച്ചുള്ളത് കാണുന്നു. കാണാത്തവർ പ്രാർത്ഥിക്കണം, കർത്താവിനോട് പറയണം, വചനം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറയണം, കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നുണ്ടല്ലോ, ഒരുവന്റെ മേൽ ആത്മാവ് വന്നാൽ അവൻ ദർശനങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുമെന്ന്. എന്നാ എനിക്കും കാണണം, എനിക്കും സ്വർഗീയ കാര്യങ്ങൾ എനിക്കും കാണണം. 2, കേൾക്കും. എന്തുവാ കേൾക്കുന്നേ? കർത്താവിൻ്റെ വചനം കേൾക്കും, കർത്താവിൻ്റെ ശബ്ദം കേൾക്കും, സ്വർഗത്തിലുള്ള മർമ്മങ്ങൾ കേൾക്കും. വചനം വായിക്കുമ്പോൾ ദൈവം വെളിപാട് തരും. അപ്പം കാണാനും കേൾക്കാനും കുറേ കാര്യങ്ങളുണ്ട് ദൈവരാജ്യത്തിനകത്ത്. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടും നമ്മൾ ജീവിക്കുമ്പോൾ, സ്തോത്രം, നമ്മൾക്ക് വിഷയങ്ങൾ വരുന്നതിന് മുമ്പേ കർത്താവ് പറഞ്ഞു തരും നമ്മളോട്. അല്ല വിഷയത്തിനകത്താ കിടക്കുന്നെങ്കിൽ കർത്താവ് നമ്മളോട് അന്നേരം പറഞ്ഞു തരും. എന്ത് പറഞ്ഞു തരും? കർത്താവിൻ്റെ റീമ വചനം നമുക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ. അങ്ങനെ വലിയ വിഷയത്തിനകത്തൊക്കെ കിടക്കുമ്പോഴാണ് ചിലപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വചനം അങ്ങോട്ട് കിട്ടും, അല്ലേ? എന്നിട്ട് ആ വചനം അങ്ങോട്ട് കിട്ടുമ്പോൾ ഭയങ്കര ധൈര്യമാണ്. എന്താ? ഹല്ലേലൂയ. ഈ വചനം നമ്മളോട് ഉറപ്പ് പറയുന്നു ഇതിനകത്തുനിന്ന് വിടുതലുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ ഈ നല്ല സ്നേഹം, അൺകണ്ടീഷണൽ ലവ്, ഇതിനെക്കുറിച്ചാണ് എനിക്ക് കൺവിക്ഷൻ. റോമാക്കാരുടെ ലേഖനം 8:38 പറയുന്നു, എനിക്കറിയാം. എന്താണ് എൻ്റെ അറിവ്? ഇതൊന്നിനും നിന്ന് എന്നെ വേർതിരിക്കത്തില്ല. ഇത് നമുക്കൊരു കൺവിക്ഷൻ, ഒരു ഉറപ്പ് തരുന്നു. ഉറപ്പ് എന്താണ്? എന്ത് വിഷയങ്ങൾ സംഭവിച്ചാലും, എന്ത് പ്രശ്നം സംഭവിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ നിന്ന് അകന്നു പോകത്തില്ല. അപ്പം ചിലവർ ചോദിക്കും, ഞാൻ പാപം ചെയ്താൽ ദൈവത്തിൻ്റെ സ്നേഹം അകന്നു പോകത്തില്ലേ? ഹല്ലേലൂയ. നാം പാപം ചെയ്യുമ്പം, നാം വേണ്ടാത്തത് ചെയ്യുമ്പം വചനം നമ്മളോട് ഉറപ്പായിട്ടും പറയുന്നു, വചനം എഴുതി വെച്ച് പറയുന്നു. എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്ന് ദുഃഖിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്തിരുന്ന് ഭാരപ്പെടുക. എന്നിട്ട് നമുക്ക് ചില വിഷയങ്ങളൊക്കെ അത് പാപം ചെയ്യുമ്പോൾ, ചിലപ്പം ചില വിഷയങ്ങൾക്കൊക്കെ ചിലവർ പറയത്തില്ലേ, എനിക്ക് പ്രാർത്ഥിക്കാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറയത്തില്ലേ? അപ്പം വചനം അവിടെയും ധൈര്യം പറയുന്നു. വചനം പറയുന്നു, റോമൻസ് 8 പറയുന്നു, ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തപ്പം, എവണ്ണം പ്രാർത്ഥിക്കണമെന്ന് അറിയാതിരിക്കുമ്പം പരിശുദ്ധാത്മാവ് അകത്തിരുന്ന് ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കത്താൽ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് സ്നേഹം. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ പറയുന്ന അഗാപ്പേ ലവ് എന്ന് പറഞ്ഞാൽ കാൽവരി ക്രൂശിൽ യേശുവിനെ എത്തിച്ച സ്നേഹം. ഹല്ലേലൂയ. നമ്മൾ ഏത് പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുമ്പോഴും, ഹല്ലേലൂയ, ഏത് കുഴിക്കകത്ത് കിടന്നാലും, വചനം ഇവിടെ പറയുന്നു, ഏത് ഉയർച്ച വന്നാലും ഏത് താഴ്ച വന്നാലും, ഹല്ലേലൂയ, ഏത് ഭൂമിയുടെ അടിത്തട്ടിലേക്കുള്ള ശക്തി വന്നാലും, ഹല്ലേലൂയ, ഏത് നരകക്കുഴിക്കകത്ത് പോയി കിടക്കേണ്ടി വന്നാലും, ഹല്ലേലൂയ, അങ്ങനെയൊന്നും നമ്മൾ കിടക്കത്തില്ല. സ്തോത്രം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയൊക്കെ കിടക്കണമെങ്കിൽ സ്വർഗം നമ്മുടെ ചുറ്റിനും നിന്ന് മാറിപ്പോകണം. ഹല്ലേലൂയ. അങ്ങനത്തെ വിഷയങ്ങൾ വന്നാലും, അങ്ങനത്തെ പ്രതിസന്ധി വന്നാലും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒരിക്കലും പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. ഈ സ്നേഹമാണ് 100 ഉണ്ടായിരുന്നപ്പം, ഹല്ലേലൂയ, ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി, ഒരാൾ നഷ്ടപ്പെട്ടു പോയി. കർത്താവ് പറഞ്ഞു, 99 അവിടെ നിൽക്കട്ടെ, ഈ ഒരെണ്ണത്തിൻ്റെ പിന്നാലെ ഞാൻ തേടിപ്പോകും. ഹല്ലേലൂയ. ഈ സ്നേഹമാണ് നമ്മൾ ഏത് വിഷയത്തിനകത്ത് കിടക്കുമ്പോഴും ചിലപ്പം പറയും, അയ്യോ വലിയ വിഷയമാണെന്ന് പറയുമ്പം അവിടെ അവസാന നിമിഷം വന്ന് പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ, എൻ്റെ വലിയ പ്രതിസന്ധിക്കകത്ത് ദൈവം എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ ആർക്കെങ്കിലും? ആർക്കും അങ്ങനെ ധൈര്യം കാണത്തില്ല, അല്ലേ? എത്ര വലിയ വിഷയമാണേലും, എത്ര വലിയ രോഗമാണേലും, നമ്മൾ കൊള്ളാത്തവരാണെങ്കിലും അകത്തിരുന്ന് ചില പൈശാചിക ശബ്ദങ്ങൾ പറയുമായിരിക്കും, ഓ നിന്നോട് ദൈവത്തിന്
സ്നേഹമില്ല, ഇതൊന്നും നടക്കത്തില്ല, മറ്റുള്ളവർക്ക് നടക്കും പക്ഷെ നിനക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞാലും അവസാന നിമിഷം പോലും വിടുതലിൻ്റെ കരം വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എത്ര രോഗക്കിടക്കയിൽ കിടന്ന് ഡോക്ടേഴ്സ് എഴുതി തള്ളിയതാണെങ്കിലും ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞാലും സ്തോത്രം, ജീവനോടെ എഴുന്നേറ്റ് ഇന്നും ഇരിപ്പില്ലേ? ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ലോകത്തിനോട് വിളിച്ചു പറയുന്ന സ്നേഹം, എനിക്ക് ഇവനോട് സ്നേഹമുള്ളത് കൊണ്ട്, എനിക്ക് ഇവളോട് സ്നേഹമുള്ളത് കൊണ്ട്. ദേണ്ട് കണ്ടോ ജീവനോടെ ഇരിക്കുന്നേ, ദേ കണ്ടോ ആ വിഷയത്തിനെ അതിജീവിച്ചത്. അമ്മ തള്ളിക്കളഞ്ഞാലും അപ്പൻ തള്ളിക്കളഞ്ഞാലും കർത്താവിൻ്റെ വചനം പറയുന്നു, അമ്മ തള്ളിക്കളയുന്നത് വളരെ അപൂർവമാണ്, അതൊരു അത്ഭുതം തന്നെയാണ് അമ്മ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ. അങ്ങനെ സംഭവിച്ചാൽ പോലും ഇന്ന് തള്ളിക്കളയാത്ത ഒരു സ്നേഹം. ഹല്ലേലൂയ. എത്ര തെറ്റ് നമ്മൾ ചെയ്താലും പിന്നെ നമ്മളുടെ പിന്നാലെ തേടി വന്ന് നമ്മളെ താലോലിച്ച് മാറോട് ചേർത്ത് വെക്കുന്ന സ്നേഹം. നമ്മൾ മനുഷ്യർ പറയും അല്ലേ, അവരൊക്കെ കണ്ടോ അങ്ങനെ ചെയ്തത്, അവരെത്ര മോശമാണ്, ഇവനാണോ ദൈവസ്നേഹം എന്നൊക്കെ പറയും അല്ലേ. ദൈവത്തിന് എങ്ങനെ ഇവരെ സ്നേഹിക്കാൻ പറ്റും എന്ന് പറയും. പക്ഷേ എന്നാലും ഹല്ലേലൂയ പിന്നെയും പിന്നെയും പുറകെ പോയി സ്നേഹിക്കുന്ന ഒരു സ്നേഹം. ഹല്ലേലൂയ. ഇതാണ് നമ്മളെ ഏത് പ്രതിസന്ധി വന്നാലും കർത്താവിൽ നിന്ന് ഒരിക്കലും വേർതിരിപ്പിക്കാത്ത ഈ സ്നേഹത്തിനെക്കുറിച്ച് നമുക്കറിവുള്ളപ്പം നമുക്ക് പാപത്തിനെ ജയിക്കാൻ സാധിക്കും. ഈ സ്നേഹത്തിനെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കുമ്പോൾ ആ ദേഷ്യം അങ്ങോട്ട് പൊങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ആ ദേഷ്യത്തിനെ ഒതുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമുക്കല്ല ഒതുക്കാൻ സാധിക്കുന്നേ, നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക്. ഹല്ലേലൂയ. ആ വായിൽ ചിലപ്പോൾ ഓരോന്നൊക്കെ പറയാൻ വരത്തില്ലേ, പറയാൻ വരുമ്പോൾ ഈ വചനം അങ്ങ് ചിന്തിച്ചാൽ മതി. എന്താണ്? യാതൊന്നിനും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ വചനം ഇങ്ങനെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിലും നമ്മൾ ജയാളിയല്ലേ? അതാ 37:8 പറയുന്നത്, സകലത്തിലും നമ്മൾ ജയാളിയല്ലേ? ഹല്ലേലൂയ. ആ ജഡീക ചിന്തകളൊക്കെ വരുമ്പോൾ അതിനെ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കത്തില്ലേ? ഹല്ലേലൂയ. ഈ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് ജയിക്കാൻ സാധിക്കും അല്ലേ? എൻ്റെ കഴിവല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം കഴിവാലല്ല, പക്ഷേ അകത്ത് വസിക്കുന്ന ഹല്ലേലൂയ സകലത്തിനെയും ജയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇതെല്ലാം നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഞാനൊരു സൂപ്പർ കോൺക്കറർ ആണെന്ന് പറഞ്ഞേ. ഞാനൊരു സൂപ്പർ കോൺക്കറർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ജയാളിയാ. ഹല്ലേലൂയ. സാധാരണ ജയാളിയല്ല. നമ്മൾ പറയത്തില്ലേ സൂപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെക്കാട്ടിലും ഏറ്റവും വലിയ ജയാളിയാ, ഞാനൊരു വലിയ ജയാളിയാന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എന്താ? ദൈവത്തിൻ്റെ സ്നേഹം. കുഞ്ഞുങ്ങളെ നോക്കി പഠിച്ചാൽ മതി. കുഞ്ഞുങ്ങൾ പറയും, എടി നിന്നോടല്ല എൻ്റെ അമ്മയ്ക്ക് സ്നേഹം, എന്നോടാ സ്നേഹം അല്ലേ? നമ്മുടെ വീട്ടിൽ 2-3 പിള്ളേരൊക്കെ വളരുമ്പം പിള്ളേരെ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ പിള്ളേർ എപ്പോഴും പറയും, നിൻ്റെ മമ്മ അല്ല എൻ്റെ മമ്മായ. 2 പേരെ ഒരേപോലെ സ്നേഹിക്കുന്നത്. പക്ഷെ അവരുടെ ധൈര്യം കണ്ടോ? ഒരാളോട് പറയും നിന്നെ ഒന്നുമല്ല എന്നോട് മമ്മയ്ക്ക് സ്നേഹം, എന്നോട് സ്നേഹമുള്ളതാണ്, ഞാൻ പറയുന്നത് എല്ലാം ചെയ്യും, നീ അല്ലെങ്കിൽ കണ്ടോ എന്ന് പറയും. അവർ 2 പേരും അങ്ങനെ വാദിക്കും. കണ്ടിട്ടില്ലേ അങ്ങനെയൊക്കെ? നമ്മളൊക്കെ അങ്ങനെ കുഞ്ഞിലെ ചെയ്തിട്ടില്ലേ? ചിലപ്പം നമ്മുടെ സഹോദരങ്ങളെയൊക്കെ വെല്ലുവിളിക്കും, നീ അല്ല ഞാൻ എൻ്റെ അപ്പായിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, തമ്മിൽ പറയത്തില്ലേ? ഇന്ന് ഈ സ്നേഹമായിരിക്കണം നമ്മളെ നിർബന്ധിക്കുന്നത്. ഈ സ്നേഹം ഹല്ലേലൂയ. വിഷയങ്ങളൊക്കെ വരുമ്പം വിഷയങ്ങളെ നോക്കല്ലെന്നേ, വിഷയങ്ങളൊക്കെ പൊങ്ങി വരുമ്പം വിഷയങ്ങളോട് പറയണം, എൻ്റെ അപ്പായിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, നിന്നെയൊക്കെ എൻ്റെ കാൽച്ചുവട്ടിലാക്കുന്നത് കണ്ടോ? ഹല്ലേലൂയ. ഇതിലാണ് എൻ്റെ ആ സ്നേഹം കാരണം ദൈവം ഉറപ്പായിട്ടും തൻ്റെ ദൂതന്മാരെ അയക്കും. സങ്കീർത്തനം 91 വായിക്കുമ്പോൾ അങ്ങനല്ലേ പറയുന്നത്? തൻ്റെ ദൂതന്മാരെ ദൈവം അയക്കും. ആർക്കാ? ഹല്ലേലൂയ. ഈ സ്നേഹത്തിനെ കുറിച്ച് ബോധമുള്ളവർക്ക്. ഹല്ലേലൂയ. ഒരു അച്ഛനും അമ്മയും കൂട്ടി വളർത്തുന്ന മക്കൾ എവിടെ പോയാലും അവരെപ്പോഴും ഓർക്കും, എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നു, എന്നെ വലിയ സ്വപ്നത്തോടെ എന്നെ പറഞ്ഞു വിട്ടത്. അവർ എന്തൊരു ഈച്ച പറഞ്ഞാലും അപ്പനോടും അമ്മയോടും വിളിച്ചു പറയും. എന്താ? അവരെ ആ സ്നേഹം നിർബന്ധിക്കുന്നു. പഠിക്കാതെയൊക്കെ ഇരിക്കുമോ അങ്ങനത്തെ പിള്ളേരൊക്കെ അച്ഛനും അമ്മയൊക്കെ സ്നേഹത്തിൽ കൂട്ടി വളർത്തി അവർ പറയും, അയ്യോ എനിക്ക് അങ്ങനെയൊന്നും ഉഴപ്പാൻ പറ്റത്തില്ല, എൻ്റെ അപ്പനും അമ്മയും എന്നെ കാത്തിരിക്കുന്നു, അവരെൻ്റെ മാർക്കൊക്കെ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക അല്ലേ? ഈ സ്നേഹം അതിലും അപ്പുറമാണ് ദൈവസ്നേഹം.
ഹല്ലിയ, നമുക്ക് വേണ്ടി ഒരുവൻ കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന് നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകാൻ വേണ്ടിയ വിഷയങ്ങളെ നോക്കി പറയല്ലേ ഹല്ലിയ, ഞാൻ ഇതിൻ്റെ മേൽ എങ്ങനെ ഞാൻ ജയിക്കും, അയ്യോ ഈ വിഷയങ്ങളൊക്കെ പൊങ്ങി വന്നല്ലോ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, ഇത് വലിയ ഉഗ്രൻ പോരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ ഹല്ലിയ, അങ്ങനെയൊന്നുമില്ല. സ്തോത്രം. അവിടെ വിളിച്ചു പറയണം, ഞാൻ ജയാളിയ. ഹല്ലിയ, കർത്താവിൻ്റെ സ്നേഹം ഇതിനകത്ത് വെളിപ്പെടും. കണ്ടോണം കർത്താവ് എന്നെ പൊക്കി പുറത്തെടുക്കുന്നത്. ഹല്ലിയ, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടോണം. വിളിച്ചു പറയുന്നത് എന്തായിരിക്കണം? ഈ ആകാശത്തിലുള്ള ഒരു ശക്തിയും ഈ ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന ഒരു ശക്തിക്കും ഒരു വാളിനും ഒരു പട്ടിണിക്കും ഒരു പ്രശ്നത്തിനും ഒരു പ്രതികൂലത്തിനും ഒരു ഇരുട്ടിനും ഒന്നിനും എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. ആ സ്നേഹമാണ് ഏത് താഴ്വരയ്ക്കകത്ത് കിടന്നാലും ഏത് പ്രതിസന്ധിക്കകത്ത് കിടന്നാലും തേടി വരുന്ന കരം. ഹല്ലേലൂയ. ആര് തള്ളിക്കളഞ്ഞാലും ഒരു പൈസ പോലും കയ്യിലില്ലെങ്കിലും ഹല്ലേലൂയ, കർത്താവിൻ്റെ മുഖം മറയ്ക്കാത്ത ചിലവർ ആ വാക്ക് പറഞ്ഞപ്പോഴാണ് ചിലവരിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവേ നിൻ്റെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കല്ലേ. വെറുതെയാകട്ടോ. നമ്മളെ സ്നേഹിച്ച് നമ്മളെ മാറോട് ചേർത്ത് വെക്കുന്ന സ്നേഹം ഹല്ലേലൂയ നമ്മളിൽ നിന്ന് മുഖം മറയ്ക്കുമോ? അങ്ങനത്തെ സ്നേഹമാണോ? ഒരിക്കലുമല്ല. ഹല്ലേലൂയ, ഒരിക്കലും അങ്ങനെയൊന്നും പ്രാർത്ഥിച്ച് അതിനൊക്കെ വലിയ കൈയൊന്നും അടിക്കല്ല് കേട്ടോ. സ്തോത്രം. ദൈവം മുഖം മറയ്ക്കത്തില്ല. ദൈവം നമ്മളിൽ നിന്ന് മുഖം മറച്ചാൽ നമ്മളൊക്കെ വെറും പൊടിയായി പോകും. സ്തോത്രം. നമ്മളൊക്കെ തീർന്നു പോയേനെ. ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ മുഖം മറയ്ക്കത്തില്ല. നമ്മളുടെ മക്കളിൽ നിന്ന് നമ്മൾ മുഖം മറയ്ക്കുമോ? എത്ര തെറ്റ് ചെയ്ത കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ മുഖം മറച്ചിട്ട് നമ്മൾ പറയുമോ എനിക്ക് നിന്നെ അറിയത്തില്ല, എനിക്ക് നിന്നെ വേണ്ട എന്ന് നമ്മൾ പറയുമോ? നമ്മളുടെ അകത്ത് ഒരിക്കലും അങ്ങനെ വരത്തില്ല. അഥവാ അങ്ങനെ പറയുന്ന അപ്പനമ്മമാരുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു ഹല്ലേലൂയ, നിന്നെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കലും നമ്മൾ പാപം ചെയ്ത് വീണു പോയാൽ പോലും അവിടെയും നമ്മുടെ പിന്നാലെ നടന്ന് അല്ലേ, പാപം ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ പിന്നാലെ പിന്നെയും ആരെങ്കിലുമൊക്കെ ചെന്ന് സഹോദര വാ കേട്ടോ, സഹോദരി വാ കേട്ടോ, പ്രാർത്ഥിക്കുന്നവർ കാണും അല്ലേ. എത്ര മോശ സ്വഭാവമുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും ഒരു വ്യക്തിയെങ്കിലും പ്രാർത്ഥിക്കുന്നവർ കാണും അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയാ ലോകം, അങ്ങനെയാ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? ദൈവത്തിൻ്റെ സ്നേഹം കാണിക്കാൻ. ഒരാളെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ തയ്യാറ് കാണും. ഇന്ന് ഈ ഭൂമിയിൽ ആരുമില്ലെന്നേ ആരെങ്കിലുമൊക്കെ ഒന്ന് സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കാത്തവർ. അതാ റോഡിൽ കിടക്കുന്നവർക്ക് വേണ്ടി വരെയും ഹല്ലേലൂയ ദൈവം പല മഹാമനസ്കരെ അയച്ചിരിക്കുന്നത് അല്ലേ. അവരെ കോരിയെടുത്ത് അനാഥാലയങ്ങളിൽ കൊണ്ടിടാനും അഗതി മന്ദിരങ്ങൾക്കകത്തൊക്കെ കൊണ്ടിടാനല്ലേ. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹമാ. ഇന്നും ലോകത്തിനകത്ത് ഈ ദൈവ സ്നേഹം വാഴുന്നുണ്ട്. അതാണ് പൗലോസ് വിളിച്ചു പറഞ്ഞ് എനിക്ക് ഭയങ്കര തൻ്റെടമാ. എന്താ എൻ്റെ തൻ്റെടം? ഈ സ്നേഹം എന്നെ ഒരിക്കലും പിന്തിരിഞ്ഞ് പോകത്തില്ല. ഈ സ്നേഹം എന്നെ ഒരിക്കലും കൈവിടത്തില്ല. ഈ സ്നേഹം എന്നെ ഒരിക്കലും എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയത്തില്ല. ഈ അഗാപേ സ്നേഹം ഒരിക്കലും എന്നിൽ നിന്ന് മുഖം മറച്ച് മാറ്റത്തില്ല. എന്നിൽ നിന്ന് അകന്നു പോകത്തില്ല. ഞാൻ അകന്നു പോയാലും എൻ്റെ പിന്നാലെ വന്ന് എൻ്റെ കരം പിടിച്ച് എന്നെ മാറോട് ചേർത്ത് വെക്കുന്നത്. ഈ സ്നേഹം എന്താണ് നമുക്ക് തരുന്നത്? ഇതിനെക്കുറിച്ച് അറിവുള്ളപ്പം നമുക്ക് ധൈര്യം തരുന്നു. പാപത്തിനെ ജയിക്കാൻ, ഹല്ലേലൂയ, രോഗത്തിനെ ജയിക്കാൻ, ലോകത്തിനെ ജയിക്കാൻ, ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ. അവിടെ നിരാശ കയറി വരുമ്പം നിരാശയ്ക്കകത്തു നിന്നൊക്കെ കുടഞ്ഞെഴുന്നേറ്റ് വിലാപത്തിൻ്റെ പാട്ടൊന്നും പാടല്ലേ. ഹല്ലേലൂയ, ഉയർച്ചയുടെയും അനുഗ്രഹത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും പാട്ടുകൾ പാടി പുറത്തു ചാടണം. ഈ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്കൊന്ന് നന്ദി പറയാം. സ്തോത്രം. കർത്താവിൻ്റെ ഈ വലിയ സ്നേഹത്തിനെക്കുറിച്ച് നമുക്ക് അറിവുള്ളത് കൊണ്ട് നമുക്കൊന്ന് വിളിച്ചു പറയാം, ഞാൻ ജയാളിയ. ഹല്ലേലൂയ. വെറുതെ അല്ല ജയാളി. സ്തോത്രം. ഹല്ലേലൂയ. ഈ അറിവ് നമ്മളുടെ അകത്തിരുന്ന് നമുക്ക് ധൈര്യം പകർന്നിട്ട് സാഹചര്യങ്ങളെയും ജീവിതത്തിനെയും നോക്കിയിട്ട് പറഞ്ഞ് ഞാൻ ജയാളിയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം എന്നിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ ജയാളിയ. കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ കിടക്കുന്നത് കൊണ്ട് ആ ഒരു വ്യക്തി എത്ര വിളിച്ചാലും
പോലും ദൈവസ്നേഹത്തിൽ കയറാത്ത ആ വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയും രക്ഷപ്പെടും. ഹല്ലേലൂയ. തീർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. അവസാനിച്ചിട്ടില്ല. ഹല്ലേലൂയ. രാജാവായി ദൈവം ഇപ്പോഴും വാഴുക, എൻ്റെ അപ്പനായി ദൈവം ഇപ്പോഴും വാഴുക. ഈ സ്നേഹത്തിനെ കുറിച്ചുള്ള അറിവ് ഹല്ലേലൂയ നമ്മൾക്ക് ധൈര്യം പകരുന്നു. കർത്താവെ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം. ഹല്ലേലൂയ. വലിയ വലിയ നിരാശയുടെയൊക്കെ ആഴത്തിൽ കിടക്കുന്നവര് ഇന്നിത് കേൾക്കുമ്പോൾ അവരുടെ ആത്മാവൊന്ന് തുള്ളിച്ചാടണം, ആത്മാവൊന്ന് ബലപ്പെടണം. ഹല്ലേലൂയ. നിരാശയുടെ പുതപ്പൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞ് ഹല്ലേലൂയ ധൈര്യം കൊണ്ട് നിറയണം. എന്താണെന്നറിയോ? ഹല്ലേലൂയ. ഒരു അപ്പനുണ്ട് സ്വർഗത്തിൽ. ഹല്ലേലൂയ. മുഖം തിരിക്കാതെ സ്നേഹിച്ച് 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 മാറോട് ചേർത്ത് വെക്കുന്ന ഒരു സ്നേഹിക്കുന്ന അപ്പ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സ്നേഹം കിടക്കുന്നത് കൊണ്ട് ഞാൻ ജയാളിയാണെന്ന് ചിലവരുടെ അകത്ത് കയറിപ്പിടിച്ച് ഒരു ഉണർവ് ആത്മാവിന് കൊടുക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. വലിയ പ്രതികൂലത്തിനകത്തുനിന്ന് ചിലവരെ പുറത്ത് വലിച്ച്, വലിയ കടഭാരത്തിനകത്തുനിന്ന് കർത്താവ് ചിലവരെ വലിച്ച് പുറത്തിറക്കുന്ന ആ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. കൈമുട്ടിൻ്റെ ഒരു വലിയ വിഷമത്താൽ, കൈമുട്ടിനകത്ത് വലിയ വിഷമം, ഡിസ്ജോയിൻ്റ് പോലെ ഒരു വലിയ വിഷമത്തിനകത്തിരിക്കുന്ന ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ധൈര്യം പകർന്നിരിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.